എങ്ങനെയാണ് ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് ഭരണഘടന നടപ്പിലാക്കുന്ന ഒരു ഗവർണർ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പുമായി ഒരു ബന്ധവുമില്ലാത്ത, ഇന്ത്യയുടെ ദേശീയ പതാകയുമായി പുലബന്ധമില്ലാത്ത ഒരു സംവിധാനവും ഉണ്ടെന്നിട്ട് ഇതാണ് ഭാരതത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നിയമം എല്ലാവർക്കും ബാധകമല്ലേ? പട്ടാളത്തിൽ അച്ചടക്കത്തിൻ്റെ പേരിൽ പറയുമ്പോൾ ഭരണഘടനയുടെ അത് നല്ല ദിവസമാണ്. ഭരണഘടനയുടെ വാർഷികം ആചരിക്കുന്ന ദിവസം ഭരണഘടനയിൽ പറഞ്ഞ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത, ഭരണഘടനയുമായി പുലബന്ധമില്ലാത്ത ഒരു ചിഹ്നത്തെ അംഗീകരിക്കണമെന്ന് ആരോടാണ് ആവശ്യപ്പെടുന്നത്? ജഡ്ജിമാരോട് ആവശ്യപ്പെടുകയാണ്. ഇത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. നിങ്ങൾ നോക്കിക്കോളൂ, അധികം താമസിയാതെ ഇത് ഔദ്യോഗിക ചിഹ്നമായി ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്. കോമൺ സിവിൽ കോഡ് വരാൻ പോകുന്നത് പോലെ നമ്മുടെ നാട്ടിലെ ഇതിനു മുമ്പ് വേറൊരു ചരിത്രമുണ്ട്. ഇപ്പോൾ 2-3 ദിവസം മുമ്പാണല്ലോ അയോധ്യയിലെ ക്ഷേത്രത്തിൻ്റെ ഔദ്യോഗികമായ പണി കഴിയുകയും അതിൻ്റെ കൊടി ഉയർത്തൽ നടത്തുകയും ചെയ്ത പ്രധാനമന്ത്രി. ഇതുപോലെ തന്നെ ഇതിനു മുമ്പ് 19 വർഷം മുമ്പ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സോമനാഥ ക്ഷേത്രത്തിൽ പോകാതിരുന്നതും അന്നത്തെ പ്രസിഡന്റ് പോയതുമായി ബന്ധപ്പെട്ട വലിയ തർക്കമുണ്ട്. അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് സോമനാഥ ക്ഷേത്രം പല തവണ ആക്രമണങ്ങൾ തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അത് ഈ ഹിന്ദു മുസ്ലിം കലാപം കഴിഞ്ഞ ഉടനെ അത് പുനഃസ്ഥാപിക്കുമ്പോൾ ഒരു പ്രധാനമന്ത്രി പോകുന്ന തെറ്റായ സന്ദേശം നൽകും മറ്റ് മതസ്ഥർക്ക്. അത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്.